വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പനീർ കൊണ്ട് എങ്ങനെ ഒരു അടിപൊളി സമൂസ നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇതിനായി ഞാൻ 2 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വെള്ളവും കുറച്ച് ഓയിലും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഇത് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഇതൊന്ന് കുഴച്ചതിന് ശേഷം ലാസ്റ്റിൽ ആഡ് ചെയ്താൽ മതി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. വെറൈറ്റിയാണ്, ടേസ്റ്റിയാണിത്. വളരെ ഈസി ആയിട്ടും ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ്. നോർമലി നമ്മൾ സമൂസയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പനീർ കൊണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നമ്മൾ കുഴക്കില്ല, അതേപോലെ തന്നെ നല്ലോണം കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് മസാലയും കൂടി തയ്യാറാക്കണം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാൻ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ബീൻസാണ്, പിന്നെ കുറച്ച് ക്യാരറ്റും. ഇത് ഞാൻ ചെറിയതായിട്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ബീൻസും ക്യാരറ്റും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല. പച്ചമുളക് ഇപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 1-2 പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എരിവ് ആർക്കധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പനീർ ഞാൻ പൊടിച്ച് വെച്ചതാണ്. പനീർ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം കൈ കൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഇതുപോലെ പൊടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. അപ്പോഴേക്കും ക്യാരറ്റും ബീൻസും പനീറും എല്ലാം കൂടി മസാലയിലൊക്കെ പിടിച്ച് നല്ലോണം ഒരു സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇതെല്ലാവർക്കും അറിയുന്നില്ല, മാഗിയുടെ ഒരു മസാലയാണ് മാഗീൻ്റെ കൂടെ കിട്ടുന്നത്. ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതില്ലാ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പം പനീറിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരത്തെ കുഴച്ച് വെച്ച ആട്ട എടുത്തിട്ട് നമുക്കിതുപോലെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ റൗണ്ട് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അമർത്തി റൗണ്ടാക്കി എടുക്കുന്നുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട്. ഷേപ്പില്ലാച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അമർത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീറിൻ്റെ മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയ വലുപ്പത്തിലാണ് പരത്തിയത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുപ്പം കൂട്ടാം. ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച പനീറിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഉള്ളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ചെറിയ രീതിയിൽ പരത്തിക്കഴിഞ്ഞാൽ നമുക്ക് അധികം എണ്ണയൊന്നും അധികം യൂസ് ചെയ്യേണ്ടി വരില്ല. വലുതായി കഴിഞ്ഞാൽ നിറയെ എണ്ണ ആവശ്യം വരില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ പരത്തിയത്. ഇനി ഇത് നമുക്കൊന്ന് ഒരു ഡിസൈനാക്കി എടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാൻ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് കണ്ടോ, ഇതുപോലത്തെ ഒരു ജസ്റ്റ് ഒരു ഡിസൈനായി കിട്ടും. അതിനുശേഷം നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഓൾറെഡി എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായതുകൊണ്ട് കുറച്ച് എണ്ണ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ചീനച്ചട്ടി മുഴുവൻ എണ്ണയുടെ ആവശ്യം വരും.
ഇതുപോലെ ഒന്ന് ചുവന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം മറിച്ചൊന്ന് തിരിച്ച് വിട്ട് കൊടുത്ത് നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സമൂസയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും ചെയ്യണം. പിന്നെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.